KC വേണുഗോപാലിനെ പോലുള്ളവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംവാദം നടത്തിക്കളയാം എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയല്ല. 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു. അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ. അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. അന്നുമില്ല ഇന്നുമില്ല. നിങ്ങളതിൽ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരതുകയല്ലേ ഓരോന്ന്. അങ്ങനെ പരതി ഏതെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കുകയല്ലേ. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ്. ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും. ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഏറിയ കൂറുള്ള മതവിശ്വാസികൾ, സെക്യുലറായിട്ടുള്ള മതവിശ്വാസികൾ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത്. അതും കാണണം. പാർലമെൻറ്റിൽ ഈ ഘട്ടത്തിലൊരു ചോദ്യം വരികയുണ്ടായി. ആ ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. അതിൽ 2 ഭാഗമുണ്ട്. ഒരു ഭാഗം പൊതുവിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് കാര്യങ്ങൾ അറിയിക്കുന്ന തരത്തിലുള്ളതാണ്. അതിലൊരു തെറ്റ് പറയാനില്ല. ഇവിടെ അതിദാരിദ്ര്യമുക്തം ആയതിനെപ്പറ്റി ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ അതിദാരിദ്ര്യമുക്തമായി എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കലാണ് എന്നെടുക്കുക. ചോദ്യം ഇങ്ങനെയായിരുന്നു: കേരളം അതിദാരിദ്ര്യമുക്തമായി നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാർ അറിഞ്ഞിരുന്നോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒരു തെറ്റ് പറയാനില്ല. കാരണം കേരളത്തിൻ്റെ ഒരു നല്ല കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ കൂടി അറിയിക്കാനുള്ളൊരു ശ്രമം എന്ന നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയായി ചോദ്യം വന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്: കേരള സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചത് വഴി അന്ത്യോദയ അന്നയോജന വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾ റദ്ദാക്കാനോ തുടരാതിരിക്കാനോ ഉള്ള സാധ്യതയുണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? നമ്മൾ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ AY കാർഡുകൾ റദ്ദാക്കി കിട്ടുമോ? ഇതാണ് ഈ ചോദ്യത്തിന് പിന്നിലുള്ള കുബുദ്ധി. ഒരു പ്രചരണം ആ ഘട്ടത്തിൽ തന്നെ ഒരാവശ്യവുമില്ലാതെ ഇവിടെ ചിലർ അഴിച്ചുവിടാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ കേരളത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിന് പിന്തുണ കൊടുക്കുന്ന അത്തരമൊരു നിലപാടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന നില UDF MPമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കേരള വിരുദ്ധതയാണ് ഇവരുടെ മനസ്സിലുള്ളത് എന്താണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ അതിദാരിദ്ര്യമുക്തം എന്നത് വന്നത് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാർഡും ഇല്ലാത്തവരുണ്ടായിരുന്നു ചിലർ. നമ്മുടെ ഇടയിൽ തന്നെ ആ പാവങ്ങൾ ജീവിക്കുകയായിരുന്നു. ആരുടെയും ശ്രദ്ധയിൽ അവർ പെട്ടില്ല. അവർക്ക് കാർഡില്ല. ഈ പറയുന്ന പരിശോധന നടന്നതിന് ശേഷമാണ് അവർക്കെല്ലാം കൃത്യമായി കാർഡുകൾ നൽകുന്ന നിലയുണ്ടായത്. മാത്രമല്ല, അതിദാരിദ്ര്യമുക്തം എന്ന അവസ്ഥ ഉണ്ടായത് പെട്ടെന്നൊരു പ്രഖ്യാപനത്തിലൂടെയല്ലാലോ. അതിനായി മൈക്രോ പ്ലാനുകൾ രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായി നല്ല തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഓരോ കുടുംബത്തെയും
കണക്കാക്കിക്കൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെയാണ് ഈ പറയുന്ന ഐദാരിദ്ര്യമുക്താവസ്ഥയിലേക്ക് എത്തിയത്. കുറേയേറെ പേർ പുതുതായി AAY കാർഡിലേക്കടക്കം എത്തി എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യം. അല്ലാതെ ഇവിടെ ആരെങ്കിലും AAY കാർഡിൽ നിന്ന് പുറത്തായി എന്നല്ല. ഇതെല്ലാം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്ന ഒരു നിലയല്ലേ സ്വീകരിക്കേണ്ടത്? അതിനു പകരം പാർലമെൻറ്റിനകത്ത് കേരളത്തിൽ AAY കാർഡുകൾ ഇല്ലാതാക്കുകയാണ് എന്ന ഒരു തരത്തിലും വസ്തുതയുമായി ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കുകയാണോ വേണ്ടത്? തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണോ ഉണ്ടാകേണ്ടത്? അതിദാരിദ്ര്യം അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ല. ഇത് കേരളത്തെ സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി UDF MPമാരെ അറിയിച്ചല്ലോ. 6 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾ AAY കാർഡിൽ നിന്നും പുറത്താവുമെന്ന് പ്രചരിപ്പിച്ചവർക്കാണ് ഈ മറുപടിയിലൂടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. പാർലമെൻറ്റിൽ ഇത്തരം കുനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ UDF MPമാർക്ക് വല്ലാത്ത ആവേശമാണ് കാണുന്നത്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താനും ഈ ഉത്സാഹം നേരത്തെ അവർക്ക് തീരെ ഉണ്ടായില്ല. ഇപ്പോഴും അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുവെന്നതാണ് ഇത് പ്രകടമാക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള UDF MPമാരുടെ ഈ കേരള വിരുദ്ധത ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഈ 2 MPമാർ, ഒന്ന് കൊല്ലം MPയും മറ്റൊന്ന് ഇവിടുത്തെ കോഴിക്കോട് MPയുമാണ് എന്നതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ മറുപടിയാണ് KC വേണുഗോപാലിനുള്ളവരിൽ നിന്ന്, KC വേണുഗോപാലിനെ പോലുള്ളവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നമുക്കൊരു സംവാദം നടത്തിക്കളയാം എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലുവിളിയല്ല. മറ്റൊന്ന്, വിവിധ സംഘടനകൾ പങ്കെടുത്തു. കോൺഗ്രസ് APCC വീട് നൽകുന്നു പറഞ്ഞിരുന്നു. യൂത്ത് കോൺഗ്രസ് രാഹുൽ മാമ്പഴത്തിന്റെ നേതൃത്വത്തിലായിരുന്നു 30 വീട് നൽകുന്നത്. ഇതിന്റെയൊക്കെ തൽസ്ഥിതി എന്താണ്? സർക്കാരിന് അതിനുള്ള വിവരം? ഇതിനകത്ത് ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കടുത്ത നിരാശയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ ഉണ്ടായത് എന്നത് നേരത്തെ തന്നെ പല ഘട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ നാടിനാവശ്യമായ സഹായം ആ നിലക്ക് നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ അന്നത്തെ സന്ദർശനവും നിങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളിൽ പലരും അന്നും അത് കണ്ടവരായിരിക്കും. അതിൻ്റെ ഭാഗമായുള്ള അദ്ദേഹത്തിൻ്റെ സംസാരവും എല്ലാം നല്ല തോതിൽ നമ്മുടെ കേരളത്തെ സഹായിക്കും. നേരത്തെ സഹായിക്കാത്ത അനുഭവം ഉണ്ടെങ്കിലും 2018 അനുഭവം നമുക്കുണ്ടെങ്കിലും ഇത്തവണ അങ്ങനെ ആവില്ല എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ തീർത്തും നിരാശയായി മാറി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. വിശദമായ PDNA റിപ്പോർട്ടാണ് 2024 നവംബർ മാസത്തിൽ സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി
കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് അതുവരെ ഒന്നും ഉണ്ടായില്ല. അനുവദിച്ചത് 260 കോടി 56 ലക്ഷം രൂപയാണ്. ഇത് പുനരധിവാസത്തിന് വേണ്ടി വരുന്ന ചെലവിൻ്റെ 11% മാത്രമാണ്. ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത തുകയാണ് അനുവദിച്ചത് എന്നത് കാണാൻ നമുക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളിലാണ് ഒരു കേരള വിരുദ്ധത നിലനിൽക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ പ്രളയ സാധ്യത ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ധനം കൊടുത്തവരാണ് കേന്ദ്ര ഗവൺമെൻറ്. നമ്മൾ അപകടമുണ്ടായതിന് ശേഷം ചോദിക്കുകയാണ് സഹായം. എന്നാൽ ഇവിടെ പ്രളയം ഉണ്ടായിപ്പോകുമെന്ന് കണ്ടിട്ട് സഹായിക്കാൻ നേരത്തെ തയ്യാറാവുകയാണ്. ഇത്തരമൊരു മനോഭാവമാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് ഉള്ളത്. ഇപ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ നിധി വഴിയുള്ള സഹായം അത് യഥാർത്ഥത്തിൽ പ്രത്യേക സഹായമല്ല. അത് സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്. അതുതന്നെ അകാരണമായി പിടിച്ചുവെക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായി. ഇതോടൊപ്പം മറ്റൊരു കാര്യം നാം കാണണം. ദുരന്തബാധിതരുടെ വായ്പ, ആ വായ്പ എഴുതി തള്ളേണ്ടതാണ്. അത് നമ്മളെല്ലാം ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വളരെ ഫലപ്രദമായി ഇടപെട്ടു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് എല്ലാവരും കണ്ടതല്ലേ, ഓരോ അവധിയിലും എത്ര കർക്കശമായിട്ടാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. പക്ഷേ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഒരു കൊടുംചതി ഇതിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തു. വായ്പ എഴുതി തള്ളാൻ സഹായകമാകുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ 13-ാം വകുപ്പ് കേന്ദ്രം ഭേദഗതി ചെയ്തു. എന്നിട്ട് അതങ്ങ് ഒഴിവാക്കി. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന സഹായം മുടക്കാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പിന്നെ എന്തായി? ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ 2025 മാർച്ചിൽ വരുത്തിയ ഭേദഗതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ നിയമം അനുവദിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഇത് ഒരു തരത്തിലുള്ള കേരളത്തോടുള്ള പകപോക്കലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റൂ. 2024 ആഗസ്റ്റ് 17-നാണ് ആദ്യ മെമ്മോറാണ്ടം നമ്മൾ നൽകുന്നത്. അതിനുശേഷം PDNA നടത്തി വിശദമായ റിപ്പോർട്ട് 2024 നവംബർ 13-നാണ് സമർപ്പിക്കുന്നത്. ആ 2 ഘട്ടങ്ങളിലും ദുരന്ത നിവാരണ വകുപ്പിലെ 13-ാം വകുപ്പ് നിലവിലുണ്ടായിരുന്നു. ഇതിനു ശേഷമാണ് 2025 മാർച്ച് 29-നാണ് ഈ വകുപ്പ് ഒഴിവാക്കുന്നത്, നിയമം ഭേദഗതി ചെയ്യുന്നത്, ഗസ്റ്റ് വിജ്ഞാപനം ഇറക്കുന്നത്. ഈ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുള്ളതല്ല. പക്ഷേ നിയമം ഭേദഗതി ചെയ്തതിനാൽ ഇനി സഹായം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ നമുക്കറിയാലോ, ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സൈനികരുടെ അവരുടെ എത്തിപ്പെട്ടതിനുള്ള പണം ആവശ്യപ്പെട്ട കാര്യമൊക്കെ. എന്തുമാത്രം ക്രൂരത, ദയാരഹിതമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും കാണാൻ നമുക്ക് കഴിയുന്നത്. കൽപ്പറ്റ ടൗണിൽ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്.
ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസത്തോടെ ആ താമസിക്കാനുള്ള വീടുകളെല്ലാം പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല വേഗതയിൽ ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ പുനരധിവാസം മാതൃകാപരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നത് സർക്കാർ മാത്രമായിരുന്നില്ല. സർക്കാർ ഓരോ ഘട്ടത്തിലും പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവും ഉപനേതാവുമെല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ ചില വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഇത്ര വീട് നിർമ്മിക്കാൻ തയ്യാറാണ് എന്നൊക്കെയുള്ള പല വാഗ്ദാനങ്ങളും വന്നു. ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ എന്താണ് നാം പൊതു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ തന്നെ വീട് നിർമ്മിക്കുക, ആ വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ പണം എത്രയാണെന്ന് കണക്കാക്കി ആ പണം ഈ സഹായം നൽകാൻ തയ്യാറാകുന്നവരെന്ന് വാങ്ങുക, ഇതാണ് നല്ലത് എന്നത് ഏകപക്ഷീയമായ തീരുമാനമല്ല കേട്ടോ. ഞങ്ങളെല്ലാം കൂടി ആ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാം ഇരുന്നു കൊണ്ട് തീരുമാനിച്ചതാണ്. അത് അതേ രീതിയിൽ പ്രാവർത്തികമാകുന്നു എന്നതാണ് കണക്കാക്കുന്നത്. അതിൻ്റെ പണി ആരംഭിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രഖ്യാപനം വരുന്നു. അവർ പ്രത്യേകം സ്ഥലം എടുക്കുകയാണ്, പ്രത്യേകം വീട് നിർമ്മിക്കുകയാണ്. ഒരു തരത്തിലും പിടികിട്ടാത്തൊരു കാര്യമായിരുന്നു. എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുത്തത് എന്ന് അന്നും ബോധ്യമല്ല, ഇന്നും ബോധ്യമല്ല. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ വാഗ്ദാനം നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നടപ്പാകുമെന്നായിരുന്നു നിലവിലുള്ള ധാരണ. അതിൽ മാറ്റം വരുത്തിയിരുന്നില്ല. മാറ്റം വരുന്നത് എങ്ങനെയാ? അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം അതേ രീതിയിൽ നടപ്പാക്കാനുള്ള ബാധ്യത അതത് പ്രസ്ഥാനങ്ങൾക്കുണ്ടല്ലോ. അതിനാവശ്യമായ നടപടികളുണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ച പണം, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മുടെ കയ്യിലുള്ളതല്ല, സർക്കാരിനറിയുന്ന കാര്യങ്ങളല്ല. കാരണം അത് ഓരോ പാർട്ടിയും എന്ന നിലക്ക് ശേഖരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ മറ്റു പല സംഘടനകളും ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ മാതൃകാപരമായ നിലപാടാണ് DYFI പോലുള്ള സംഘടനകൾ സ്വീകരിച്ചത് എന്നതും നമ്മൾ കണ്ടതാണ്. അന്നേ സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആര് പണം തന്നാലും തന്നില്ലെങ്കിലും ഈ വീടുകൾ പൂർത്തീകരിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിജ്ഞാബദ്ധമായ കാര്യമാണ്. അത് ആ നിലയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ള കാര്യം. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. എങ്ങനെ ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിയുടെ നിലപാടുകളുണ്ടായി, ഓരോ ഘട്ടത്തിലും അവർ സ്വീകരിച്ച നില എന്തായിരുന്നു, ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളത്
അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത്. അപ്പം അതിൽ ചിലർ ഒരു സാക്ഷ്യപത്രം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ്. അത് 1996 ഏപ്രിൽ 22 ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ പറയുന്ന കാര്യം വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. 1996 പ്രത്യേകതയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1996 പ്രത്യേകത പത്രസമ്മേളനത്തിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അവർ കോൺഗ്രസ് സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് ആ മുഖപ്രസംഗത്തിലെ സിംഹഭാഗവും ദേശാഭിമാനി എഴുതിയിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഴുതിയ കാര്യം ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിൻ്റെ തൊട്ടുപുറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തു വന്നത്. ഇത് എഡിറ്റോറിയലിൻ്റെ ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനത്തിനടിസ്ഥാനമായ അവരുടെ നിഗമനം ഇങ്ങനെയാണ്. ഇതിനെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമി നൽകിയ പ്രസ്താവന ദേശാഭിമാനി ഉദ്ധരിക്കുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവനയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു. ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അഴിമതി ദേശീയ സംസ്കാരമാക്കി. തെരഞ്ഞെടുപ്പ് ആസന്നമായിട്ടും തെറ്റ് തിരുത്താനോ മേലിൽ നീതിപൂർവം പ്രവർത്തിക്കും എന്നുറപ്പ് നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവിച്ചത്. അത് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എടുത്തുദ്ധരിച്ചു. ഇന്നലെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത്. 1992 ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് സർക്കാർ നിരോധിക്കുന്ന സ്ഥിതി വന്നു. അതടക്കമുള്ള കാര്യങ്ങൾ കടുത്ത പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ടായി കോൺഗ്രസിനോട്. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ വോട്ട് എന്ന നിലയിലാണ് 1996 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് വന്നത്. അങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറായത്. ഇത് നേരത്തെ ഇന്നലെ പറയുമ്പോൾ കൂടുതൽ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. കാരണം അതിനു മുൻപ് എല്ലാ ഘട്ടത്തിലും ഇടതുപക്ഷത്തെ അതിക്രൂരമായി ആക്രമിക്കുന്ന നിലയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നത്. കോൺഗ്രസ്സിനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ അവർ വോട്ട് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം കോൺഗ്രസ്സിനെ പിന്താങ്ങിയെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ നിരോധിക്കേണ്ടി വന്നു കോൺഗ്രസ് സർക്കാരിന്. അപ്പോഴുള്ള വിരോധമാണ് ഈ പ്രതിഷേധ വോട്ടിന് ഇടയാക്കിയത്. 1996 ഈ ദേശാഭിമാനി മുഖപ്രസംഗത്തെ തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കൃത്യമായി തന്നെ വിലയിരുത്തി പോകുന്നുണ്ട്. ഈ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതും ഞാൻ ഉദ്ധരിക്കാം. ലോകത്തെവിടെയുണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം
ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. CBCIയുടേതുപോലെ അത്രയേറെ ആഴത്തിലും പരപ്പിലും സംഭവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടല്ലെങ്കിലും ജമാഅത്തും ചെന്നെത്തി നിൽക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. ഇതിൽ ആദ്യ ഭാഗം അത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലാണ്. മതത്തിലൂന്നി നിന്ന് മാത്രം വീക്ഷിക്കുക, നിരീക്ഷണങ്ങൾ നടത്തുക. അങ്ങനെ ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ദേശാഭിമാനി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം ദേശാഭിമാനി അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരമാണല്ലോ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെയാണ് 2014 ജനുവരി 28 ജമാഅത്തെ ഇസ്ലാമി നിയമവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ ആ UDF സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത മത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ആഭ്യന്തര വകുപ്പ് അന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം, ഫണ്ട്, ആശയങ്ങൾ ഇവയെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പൊതു താൽപ്പര്യ ഹർജിയിലാണ് സത്യവാങ്മൂലമായി UDF സർക്കാർ ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിച്ചത്. 1957 മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച 14 പുസ്തകങ്ങൾ നിരോധിക്കാൻ നടപടി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ UDF സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പ്രസ്താവിച്ച കാര്യങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അന്ന് ഈ നിലപാടായിരുന്നു UDF സർക്കാർ. ബഹുമാനായ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇല്ല. ഇന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോഴും നമ്മുടെ കൂടെ സജീവമായിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ നിലപാടുണ്ടായിരുന്ന ഇവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇവർ തങ്കക്കുടങ്ങളായിട്ട് മാറിയത്? ജമാഅത്തെ ഇസ്ലാമിക്കാർ അന്നും ഇന്നും ജമാഅത്തെ ഇസ്ലാമി അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അണുകിട മാറിയിട്ടില്ല. ഇപ്പോൾ മാറിയത് UDFൻ്റെ നിലപാടാണ്. ഇന്നലെ പറഞ്ഞതുപോലെ 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വം ഇനിയെങ്കിലും അവരെന്ന് വെച്ചാൽ UDF എങ്ങനെയാണ് മാറിയത്? ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത്? അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്.
അങ്ങനെ വ്യക്തമാക്കിയാൽ നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIMO LDFO സ്വീകരിച്ചിട്ടില്ല. അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് CPIMനും LDFനും നേരത്തെയുള്ളത്, ഇപ്പോഴുമുള്ളത്. അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ, അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങളും എതിർക്കുകയല്ലേ, നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ. ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. അന്നുമില്ല ഇന്നുമില്ല. പോട്ടെ, അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത്. അത് അവിടെ നിർത്താം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഈ കാര്യത്തിൽ ഒരു കാര്യത്തിന് ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് സംസാരിക്കാൻ തയ്യാറാവില്ല. ലീഗിന്റെ നിലപാട് ഇപ്പോഴും മതേതരത്താണെന്ന് പറയാൻ പറ്റും. ലീഗിന്റെ നിലപാട്, ലീഗാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതെന്താ നിങ്ങൾ കാണാത്തത്? ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി ലീഗിൻ്റെ പരമോന്നത നേതാക്കളടക്കം ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലേ പോകുന്നത്. അത് UDF രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. UDFനെ കേരളത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നതാരാ? യഥാർത്ഥത്തിൽ ലീഗല്ലേ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമായിട്ട് അവരത് കണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കം കൂട്ടുപിടിക്കാൻ തയ്യാറായിട്ടുള്ളത്. എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശശി തരൂർ BJPയുടെ പരിപാടികൾക്ക് പോകുന്നു, കേന്ദ്ര സർക്കാർ അതിഥിയാക്കും. കോൺഗ്രസ് ആണെങ്കിൽ തരൂരിനെ തള്ളി പറയുന്നത്. തരൂര് ശരിക്കും ഒരു പാലമാണ് BJPക്ക് കോൺഗ്രസിനിടയിൽ. ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോഴും. അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർത്താൽ മതി, ഞങ്ങളെ CPIMൻ്റെ ഒരു സെമിനാർ ഒരു ഘട്ടത്തിൽ കണ്ണൂർ നടത്തുകയുണ്ടായല്ലോ, പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ട്. അതിൻ്റെ ഭാഗമായി ആ സെമിനാറിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്നു. ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് KV തോമസും അതിൽ പങ്കെടുത്തു. KV തോമസ് അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ. ആ ഒറ്റ കാരണത്താലല്ലേ അദ്ദേഹത്തിൻ്റെ പേര് നടപടിയെടുത്തത്. ഒരു സെമിനാറിൽ പങ്കെടുത്ത് തൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്നതിൻ്റെ മേലെ മറ്റൊരു പാർട്ടി വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് നടപടിയെടുത്തതാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്വീകരിക്കുന്ന നിലപാട് അവർ കാണുന്നേ ഇല്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല. ആ തെളിവും കയ്യിൽ വെച്ച് നിൽക്ക്. ഞാൻ പറഞ്ഞു അവരെ പറ്റി. ജമാഅത്തെ ഇസ്ലാമിയായി സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ സംസാരിച്ചത് എന്താണെന്നും പറഞ്ഞില്ലേ? അതല്ലേ വസ്തുത. നിങ്ങളതിൽ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരതുകയല്ലേ ഓരോന്ന്. അങ്ങനെ പരതി ഏതെങ്കിലും തെളിവ് കിട്ടുമെന്ന് നോക്കുകയല്ലേ. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ.
ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ്. ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും. ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഏറിയ കൂറുള്ള മതവിശ്വാസികൾ, സെക്യുലറായിട്ടുള്ള മതവിശ്വാസികൾ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത്. അതും കാണണം. ഓ സമയം 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 അല്ല, നമ്മളെ സമയമായിപ്പോയി. ഇനി നമുക്ക് നിർത്താം. ഇരിക്കട്ടെ. അതൊരു രസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിർത്താം, സമയം കഴിഞ്ഞു പോയി.